ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ വോട്ടേഴ്സിൻ്റെ പ്രാധാന്യം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വാസ്തവമാണ്. ആ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരു വനിതാ സംവരണ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം വ്യാപകമായിട്ടുള്ള പ്രചരണം വനിതാ സംവരണത്തിന് എതിര് നിൽക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണ് എന്ന് പറയുന്ന ഒരു പ്രചരണത്തിന് തുടക്കമിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിൻ്റെ പ്രാധാന്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. നമുക്കറിയാം 1952കളിൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, അതായത് വോട്ടെടുപ്പിന് പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്ത്രീകളുടെ നമ്പർ വളരെ കുറവായിരുന്നു. ആണുങ്ങളാണ് കൂടുതലായിട്ടും വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യം മാറുകയും കൂടുതൽ വനിതാ വോട്ടേഴ്സ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. ചില സ്റ്റേറ്റുകളിലൊക്കെ തന്നെ അവരുടെ നമ്പറാണ് കൂടുതൽ, അല്ലെങ്കിൽ തന്നെ വനിതകളുടെ നമ്പറാണ് കൂടുതൽ. അപ്പോൾ വനിതാ വോട്ടേഴ്സ് കൂടുതലായി വോട്ട് ചെയ്യുമ്പോൾ അവരുടെ നമ്പർ പുരുഷന്മാരുടെ വോട്ടുകളേക്കാൾ കൂടുതലാവുകയും സാധാരണ പുരുഷന്മാരൊക്കെ തന്നെ ഒരു ഐഡിയോളജികൾ നോക്കി വോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് ഒരു സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ എന്ത് കിട്ടുമെന്ന് നോക്കി വോട്ട് ചെയ്യുന്നവരായി ഈ വനിതകൾ മാറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ വാസ്തവമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ, ഞാനത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു വീഡിയോ നേരത്തെ ചെയ്ത് ഈ ചാനലിനകത്ത് കിടക്കുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഏതാണ്ട് 68,000 കോടി രൂപയോളം വരുന്ന എമൗണ്ട് ഡയറക്റ്റായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ വീട്ടമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ആ തെരഞ്ഞെടുപ്പുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ ആ പണത്തിന് കഴിഞ്ഞു എന്നുള്ളതും, അതെല്ലാം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ സഹായിച്ചു എന്നുള്ളതുമൊക്കെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊന്നും നില സംഭവിക്കുന്നതല്ല. കഴിഞ്ഞ തവണ വെസ്റ്റ് ബംഗാളിലെ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇത് സംഭവിച്ചതാണ്. കൂടാതെ രാജസ്ഥാനിലും അതുപോലെ മധ്യപ്രദേശിലുമൊക്കെ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചതാണ്. ഏറ്റവും ഒടുവിൽ വലിയ തോതിൽ പാർലമെൻറ്റിലേക്ക് NDA സഖ്യത്തിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങൾ തന്നെ 4 മാസത്തെ ചില സ്കീമുകൾ, ലാഡ്ലി ബഹൻ യോജന, ലഡ്കി ബഹൻ യോജന എന്നൊക്കെ പറയുന്ന സ്കീമുകൾ വരുന്നതിലൂടെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് മാറിയത് എന്നുള്ളതും 4-3 ഭൂരിപക്ഷത്തോടെ NDA സഖ്യം അധികാരത്തിൽ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ, ഹരിയാനയിലും അത് ആവർത്തിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയും ആ പദ്ധതിയുടെ ഭാഗമായി വലിയൊരു ശതമാനം വരുന്ന വീട്ടമ്മമാരിലേക്ക് 10,000 രൂപ വീതം ഓരോരുത്തരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഈ 10,000 രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ തുകയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബീഹാറിലെ അവരുടെ വരുമാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ബീഹാറിലെ 65% വരുന്ന വീടുകളുടെയും മാസ വരുമാനം എന്ന് പറയുന്നത് 10,000 രൂപയോ അതിൽ താഴെയോ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 34.6% വരുന്ന വീടുകളെ സംബന്ധിച്ചോളം അവരുടെ മാസ വരുമാനം എന്ന് പറയുന്നത് 6,000 രൂപയാണ്. അതായത് പ്രതിമാസം 200 രൂപയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത്തരത്തിൽ കിട്ടുന്ന വീടുകളിലേക്കാണ് ഈ 10,000 രൂപ ചെല്ലുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ 80% വരുന്ന വീട്ടമ്മമാരും യാതൊരുവിധ ജോലിക്കും പോകാത്ത, സാധാരണ ജോലിയൊന്നുമില്ലാത്ത വളരെ ചെറിയ ജോലികൾ മാത്രം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒന്നും ജീവിതത്തിൽ ഇതേവരെ അനുഭവിക്കാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക്, വീട്ടമ്മമാരുടെ അക്കൗണ്ടുകളിലേക്ക് 10,000 രൂപ കിട്ടുമ്പോൾ ഒരുപക്ഷെ ഭർത്താവിനോട് ചോദിക്കാതെ പോലും അവരുടെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും മേടിക്കാൻ കഴിയുന്ന, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു എമൗണ്ടായി കൂടി അത് മാറുകയാണ്. അതുകൂടാതെയാണ് അവിടെ ബീഹാറിൽ കൊടുത്തിട്ടുള്ള വലിയൊരു ഓഫർ എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ഞങ്ങൾ നൽകും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഓഫറുകളൊക്കെ തന്നെ കഴിഞ്ഞ തവണ തെലുങ്കാനയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കർണാടകയിലുമൊക്കെ കൊടുത്തിരുന്നു. കർണാടകയിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സ്ത്രീകൾക്ക് പ്രതിമാസം പണം പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നു ബസ്സുകളിലൊക്കെ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഡൽഹിയിലൊക്കെ തന്നെ 2,500 രൂപ പ്രതിമാസം വീട്ടമ്മമാർക്ക് കൊടുക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം തന്നെ വോട്ടെടുപ്പുകളെ വലിയ തോതിൽ സ്വാധീനിക്കും. കേരളത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ 2,000 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 60 ലക്ഷത്തിലധികം ആളുകൾക്ക്, 62 ലക്ഷത്തോളം ആളുകൾക്ക്, 32 ലക്ഷത്തോളം ആളുകൾക്ക് ഇതൊന്നിലൊന്നും പെടാത്ത, ഒരു സാമൂഹ്യക്ഷേമ പെൻഷനിലും പെടാത്ത വീട്ടമ്മമാർക്ക് അവർ വീട്ടിൽ ചെയ്യുന്ന ജോലികൾക്ക് പോലും 1,000 രൂപ വീതം ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങുന്നുവെന്ന് പ്രഖ്യാപിക്കുകയും അത് ഏതാണ്ട് 31 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോൾ കേരള ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ വുമൺ
വോട്ടേഴ്സ്, സ്ത്രീ വോട്ടർമാരുടെ വലിയ പ്രാധാന്യം കൂടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വനിതാ സംവരണ ബില്ലുമൊക്കെ തന്നെ ഇപ്പോൾ പാസ്സാക്കാനും അത് പാസ്സാക്കുന്നതിനെതിരെ നിൽക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളാണെന്നുള്ള സമീപനമൊക്കെ എടുത്തത്. ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്തിട്ടതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാൻ. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾക്കോട് പറയാനുള്ളത്, നിങ്ങളിൽ കഴിയാവുന്ന ആളുകൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. നമ്മുടെ മെമ്പർഷിപ്പുകൾ എടുത്തുകൊണ്ട് അത് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നിട്ട് പോലും നമ്മൾ ആദ്യം ആക്ടിവേറ്റ് ചെയ്യാതെ വെച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കത് ആവശ്യമാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ സമയത്ത് നമുക്ക് പല ബിസിനസ് ഹൗസുകളുടെ പരസ്യങ്ങൾ വന്നിരുന്നു, ചില സ്പോൺസർഷിപ്പുകൾ വന്നിരുന്നു, ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ചില സ്ഥാനാർത്ഥികളൊക്കെ തന്നെ നമ്മളെ സമീപിച്ചിരുന്നു വീഡിയോകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും നമ്മൾ വഴങ്ങിക്കൊടുക്കാത്തത് അതെല്ലാം തന്നെ നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ വളരെ സത്യസന്ധമായി ഒരു നിഷ്പക്ഷമായി തന്നെ അഭിപ്രായം പറയണം എന്ന ആഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവികളോ പ്രവർത്തകരോ ഒക്കെ ആണെങ്കിൽ അതുകൊണ്ട് മാത്രം ഈ മെമ്പർഷിപ്പ് എടുക്കണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളെ വിമർശിക്കേണ്ടി വന്നാൽ നിങ്ങൾ അതും കൂടി കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. കുറേ സത്യമായിരിക്കും നമ്മളെ സംബന്ധിച്ചോളം പറയുന്നത് എന്ന് മാത്രമുള്ള ഒരു കമ്മിറ്റ്മെൻറ്റേ നിങ്ങൾക്ക് തരാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ പർക്സ് ഒന്നും നിങ്ങൾക്ക് തരാനില്ല. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കാം. ആ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൻ്റെ തൊട്ട് സൈഡിൽ തന്നെ റൈറ്റ് സൈഡിൽ ജോയിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടിയുണ്ട്. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 179 ആണ് ഏറ്റവും ചെറിയ എമൗണ്ട്, അതിൻ്റെ മുകളിൽ 359 ഉണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള എമൗണ്ടുകൾ തന്നുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് മാത്രം പറയുകയാണ്. ചില ആളുകൾ എന്നോട് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ചില ആളുകൾ ഇതിൻ്റെ താഴെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത്. ഇങ്ങനെയാണ് മെമ്പർഷിപ്പ് എടുക്കുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുക, ഇതിങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഏറ്റവും വലിയ സപ്പോർട്ട് നിർബന്ധമൊന്നുമില്ല, താല്പര്യമുള്ളവർ ചെയ്താൽ മതി, ചെയ്യാൻ കഴിയുന്നവർ ചെയ്താൽ മതി. ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങൾ വീഡിയോകൾ മുഴുവനായി കാണുകയും നമ്മൾക്ക് ഇതിൻ്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ ബംഗാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും സ്ത്രീകൾക്ക് പണം വലിയൊരു ഫാക്ടറായി വരുന്നത്. ഈ പണമെന്ന് പറയുന്നത് 2 സ്കീമുകളാണ് കേട്ടോ. കേരളത്തിലൊക്കെ കൊടുത്ത പോലെ BJP നേരിട്ട് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി 5000 രൂപ കൊടുക്കുകയല്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഭാഗ്യത്തിന് അങ്ങനെയല്ല. ഈ 2 സ്കീമുകൾ തമ്മിലുള്ളൊരു യുദ്ധം കൂടിയാണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ലക്ഷ്മി ബന്ധർ എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ആ സ്കീം 2021 മുതൽ TMC അഥവാ മമതാ ബാനർജി അവിടെ നടപ്പിലാക്കിയ സ്കീമാണ്. ആ നടപ്പിലാക്കിയത് കൊണ്ടിട്ടാണ് അവരെ പരാജയപ്പെടുത്താൻ പെട്ടെന്ന് ആളുകൾക്ക് കഴിയാത്തത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് അവിടെ 6 സീറ്റുകൾ കുറയുകയും ഇവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതൊക്കെ ഇതുകൊണ്ടാണ്. അത് 2021 തുടങ്ങിയപ്പോൾ 500 രൂപയായിരുന്നു അവർ പ്രോമിസ് ചെയ്തിരുന്നത്. അത് കൃത്യമായി കൊടുത്തിരുന്നു. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് 1500 രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ്. 1500 രൂപ ജനറൽ കാറ്റഗറിയിലെ ആളുകൾക്കും 1700 രൂപ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് BJP എന്നുള്ളതറിയാം. ആ BJP അത്തരത്തിലുള്ള വലിയ പരിശ്രമത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരൊരു പുതിയ സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാതൃ ശക്തി വന്ദൻ യോജന എന്ന് പറയുന്ന സ്കീമാണ്. ആ സ്കീമിൽ അവർ പറഞ്ഞേക്കുന്നത് 3000 രൂപ വീതം ഓരോരുത്തർക്കും കൊടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ പറയാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അമിത് ഷാ പറഞ്ഞതുപോലെ ഇത് കൊടുക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ. കാരണം ഇതൊന്നും വാഗ്ദാനം പാലിക്കാനുള്ളതല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ വാഗ്ദാനം പാലിക്കേണ്ടി വരും, പാലിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അങ്ങനെ 3000 രൂപ വീതം കൊടുക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 3 കോടിയിലധികം വരുന്ന വോട്ടേഴ്സാണ് അവിടെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ വുമൺ വോട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ആ 3 കോടിയിലധികം വരുന്ന വോട്ടേഴ്സിൽ ഏതാണ്ട് 2.42 കോടിയോളം കോടിയോളം രൂപയാണോ ആളുകൾക്കാണോ അത് കിട്ടുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോൾ അത്രത്തോളം ആളുകൾക്ക് ഇത് കിട്ടുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ കണക്കുകളിൽ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ നമ്പറാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെ മറികടക്കാൻ വേണ്ടി BJP ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് 15/4/2026 BJPയുടെ ലീഡേഴ്സ് എല്ലാം തന്നെ മാതൃ ശക്തി ബോസര കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം മുതൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇത് കിട്ടും എന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ അർജുൻ സിംഗ് എന്ന് പറയുന്ന, രാജേഷ് മോത്ത എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാൻഡിഡേറ്റുകളാണ് TMCയുടെ. അവർ പരാതി കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്. അപ്പോൾ ഈ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി പ്രസംഗിച്ചിട്ടുണ്ട്.
യൂണിയൻ മിനിസ്റ്റർ നിർമ്മല സീതാരാമനെതിരെയും കടുത്ത വിമർശനങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. NDAയുടെ വിക്ടറി ബീഹാറിൽ 10,000 രൂപ കൊടുത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ അതിനുശേഷം ഓരോ വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ കൊടുക്കും. അതിൻ്റെ ആലോചനയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10,000 രൂപ കൊടുത്തത്. അപ്പോൾ 2 ലക്ഷം രൂപയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഡൽഹിയിൽ ഇവർ 2,500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞത് ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ അപ്പുറത്ത് നിൽക്കുന്നത് മമതാ ബാനർജി ആയതുകൊണ്ട് തന്നെ മമതാ ബാനർജി കുറെ കൂടി കടത്തി വിട്ടുകയാണ് BJP. അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് കേട്ടിട്ടാൽ എനിക്ക് ചിരി വരും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. മമതാ ബാനർജി പറയുന്നത്, നിങ്ങൾ ദൈവത്തെ ഓർത്തി ആരും തന്നെ ഈ ഫോം ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കില്ല. ആ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ആ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങളങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ ആ അക്കൗണ്ടിലുള്ള കാശ് കൂടി ഇവർ അടിച്ചു മാറ്റും എന്ന് പറയുന്ന വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ BJPക്കാരിപ്പോൾ ഫോം ഫില്ല് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും ഈ ഫോമിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും വെക്കില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ടപഴി ഓടിക്കളയാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് ഒത്ത എതിരാളിയാണ് മമതാ ബാനർജി എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ BJP ഒരു തന്ത്രവുമായി ചെല്ലുമ്പോൾ അതിനേക്കാൾ വലിയ തന്ത്രമാണ് മമതാ ബാനർജി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജി പറയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കരുത്. കാരണം നിങ്ങളുടെ സ്വത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ചില്ലിക്കാശ് പോലും BJPക്കാർ അടിച്ചു മാറ്റും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യല്ലേ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊന്നും കൊടുക്കല്ലേ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് അവിടെയുള്ള ബംഗാൾ BJP പ്രസിഡന്റ് സമീക് ഭട്ടാചാര്യ പറയുന്നത് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ ശരിയല്ല എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ ജനങ്ങളെ, ഞങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 3 കോടി ആളുകൾ 3,000 രൂപ വീതം നിങ്ങൾക്ക് ഇട്ട് തരും എന്നുള്ള പ്രചരണമാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ യുദ്ധം 2 സ്കീമുകൾ തമ്മിൽ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇത്തരത്തിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. BJP ഇത്തവണ സീറ്റുകളിൽ കുറച്ചുകൂടി ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേങ്കിലും മമതാ ബാനർജിയെ വീഴ്ത്താൻ ഈ പറയുന്ന പോലെ ഇതൊന്നും ഒരുപക്ഷെ മതിയാകാൻ സാധ്യതകളില്ല എന്നുള്ളത് കൂടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇന്ത്യയിലെയും ഒക്കെ നിയമസഭകളിൽ ഏതാണ്ട് 9% മാത്രം സ്ത്രീ പ്രാതിനിധ്യമുള്ളപ്പോൾ 14-15% മാത്രം പാർലമെൻറ്റുകളിലേക്ക് പ്രാതിനിധ്യമുള്ളപ്പോൾ ഒരൊറ്റ പാർട്ടിയാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ആ പാർട്ടിയുടെ പേര് തൃണമൂൽ കോൺഗ്രസ് എന്നാണ്. തൃണമൂൽ കോൺഗ്രസിൽ ഏതാണ്ട് വലിയൊരു ശതമാനം, അതായത് അവരുടെ MP-മാരിൽ ഒരു വലിയ ശതമാനം തന്നെ, യഥാർത്ഥത്തിൽ 35-40% തന്നെ, യഥാർത്ഥത്തിൽ 37%-ലധികം വരുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. മഹാഭൂരിപക്ഷം തന്നെ സ്ത്രീകൾക്ക് സീറ്റുകൾ കൊടുത്തേക്കാണ് തൃണമൂൽ കോൺഗ്രസ്. അതുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം പറഞ്ഞുകൊണ്ട് മമതാ ബാനർജിയെ സ്ത്രീ സ്നേഹവും കാണിച്ചുകൊണ്ടും വെല്ലുവിളിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. ബാക്കി നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം.